എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും മുന്നിൽ വന്നു ചേരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പുരാണങ്ങളിൽ കൽപ്പവൃക്ഷം എന്നൊരു മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മരച്ചുവട്ടിലിരുന്ന് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അതുടനെ സംഭവിക്കും. സത്യത്തിൽ അങ്ങനെയൊരു മരമുണ്ടോ? ആചാര്യന്മാർ പറയുന്നത് അങ്ങനെയൊരു മരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടെന്നാണ്. നിങ്ങളുടെ മനസ്സിനെ ശരിയായ രീതിയിൽ ക്രമീകരിച്ചാൽ അതൊരു കൽപ്പവൃക്ഷമായി മാറും. എന്തുകൊണ്ടാണ് ഒരേ സ്വപ്നം കാണുന്ന രണ്ടുപേരിൽ ഒരാൾ മാത്രം വിജയിക്കുകയും മറ്റൊരാൾ പരാജയപ്പെടുകയും ചെയ്യുന്നത്? ഇതിന്റെ പിന്നിലെ ശാസ്ത്രീയവും ആത്മീയവുമായ രഹസ്യമെന്താണ്? നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ടും എന്താണ് എന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത് എന്ന്. ഇതിനുത്തരം വളരെ ലളിതമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കിടയിലുള്ള സംഘർഷം. നമ്മളൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ നമ്മുടെ യുക്തി ചിന്തിക്കും, എനിക്കതിനുള്ള വരുമാനമില്ലല്ലോ, അല്ലെങ്കിൽ ലോൺ കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് നടക്കില്ല. ഇവിടെ നിങ്ങൾ ഒരേ സമയം ഒരു ആഗ്രഹം സൃഷ്ടിക്കുകയും മറ്റൊരു ചിന്തയിലൂടെ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് രണ്ടു വശത്തേക്കും ഒരുപോലെ തുഴഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്തില്ല. ഇതാണ് ഭൂരിഭാഗം ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ലളിതമായ മനസ്സുള്ളവർക്ക് കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അമിതമായി ചിന്തിക്കുന്നവർ എല്ലാ കാര്യങ്ങളിലും ലാഭനഷ്ടങ്ങളും സാധ്യതകളും നോക്കി നിൽക്കുമ്പോൾ, നിഷ്കളങ്കമായ വിശ്വാസമുള്ളവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഗുരുവായൂരപ്പ ഭക്തനാണ്. അയാൾ അമ്പലത്തിൽ പോയി പറയുന്നു, കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്കൊരു വീട് വേണം. അതെങ്ങനെ തരും എന്നത് നിന്റെ ഉത്തരവാദിത്തമാണ്. ആ നിമിഷം മുതൽ അയാളുടെ മനസ്സിൽ ഇത് നടക്കുമോ എന്ന സംശയമില്ല. അയാൾ ആ ഭാരം ഭഗവാന് വിട്ടുകൊടുത്തു. ഈ ലളിതമായ പ്രവൃത്തി അയാളുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും തടസ്സങ്ങളെയും നീക്കം ചെയ്യുന്നു. ഭഗവാൻ വന്ന് വീട് പണിതു തരുമെന്നല്ല ഇതിനർത്ഥം. മറിച്ച് ആ വ്യക്തിയുടെ മനസ്സ് ആ ലക്ഷ്യത്തിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ വീട് നിർമ്മാണമെന്ന അയാളുടെ ലക്ഷ്യം അയാൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യും. നമ്മൾ ദൈവത്തെ സൃഷ്ടാവ് എന്ന് വിളിക്കുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് തന്റെ ജോലി അങ്ങേയറ്റം മനോഹരമായി ചെയ്തു കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തെക്കാൾ മികച്ചൊരു സൃഷ്ടി ഭാവനയിൽ കാണാൻ പോലും നമുക്ക് കഴിയില്ല. സൃഷ്ടാവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതം നമുക്കിഷ്ടമുള്ള രീതിയിൽ സൃഷ്ടിക്കാനുള്ള കഴിവിനെയാണ്. ജീവിതം നിങ്ങളുടെ വഴിക്ക് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിതനാകുന്നു. നിങ്ങളുടെ വഴിക്ക് നടന്നാൽ നിങ്ങൾ സന്തോഷവാനാകുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിർണയിക്കുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ എന്നതാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലാകണം. എന്താണ് സാധ്യം, എന്താണ് അസാധ്യം? ഈ ചോദ്യമാണ് പലപ്പോഴും നമ്മളെ തളർത്തുന്നത്. ഇന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടാൻ പറഞ്ഞാൽ നിങ്ങളത് ചെയ്യും. എന്നാൽ പറക്കാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ഭൂതകാല അനുഭവം വെച്ചാണ് നിങ്ങൾ സാധ്യതകളെ അളക്കുന്നത്. ഇതുവരെ നടന്നില്ല എന്നതുകൊണ്ട് ഇനി നടക്കില്ല എന്ന് കരുതുന്നത് മനുഷ്യത്വത്തിന് തന്നെ അപമാനമാണ്. വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പറക്കുക എന്നത് അസാധ്യമായിരുന്നു. ഫോൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദൂരെയുള്ള ഒരാളോട് സംസാരിക്കുക എന്നത് അസാധ്യമായിരുന്നു. പ്രകൃതിയുടെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തും സാധ്യമാണ്. അത് സാധ്യമാക്കേണ്ടത് പ്രകൃതിയുടെ ജോലിയാണ്. അതിനുവേണ്ടി ശക്തമായി ആഗ്രഹിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി. നിങ്ങളുടെ ചിന്ത യാഥാർത്ഥ്യമാകണമെങ്കിൽ 4 കാര്യങ്ങൾ ഒരുപോലെ ഒത്തുവരണം. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വികാരങ്ങളെയും ഊർജത്തെയും ഒരേ ദിശയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കും. ഈ 4 കാര്യങ്ങളെ എങ്ങനെ ക്രമീകരിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ തൂൺ അല്ലെങ്കിൽ പില്ലർ നമ്മുടെ ചിന്തയാണ്. ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം അവർക്കെന്താണ് വേണ്ടതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ്. ഇന്നൊരു വീട് വേണമെന്ന് ചിന്തിക്കും, നാളെ അത് വേണ്ട, ഒരു വാഹനം വാങ്ങണമെന്ന് ചിന്തിക്കും. ഇങ്ങനെ ഓരോ നിമിഷവും ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരുന്നാൽ മനസ്സ് കുഴപ്പത്തിലാകും. ലക്ഷ്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങളുടെ ചിന്ത ഒരു ലേസർ കിരണം പോലെ കൃത്യമായിരിക്കണം. എനിക്ക് ഇത് വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകരുത്. ചിന്തയിൽ വ്യക്തത വരുമ്പോൾ മാത്രമേ
പ്രപഞ്ചത്തിന് നിങ്ങളുടെ ആഗ്രഹത്തോട് പ്രതികരിക്കാൻ കഴിയും. അതുകൊണ്ട് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാവുക എന്നത് പരമപ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വികാരമാണ്. ഒരു ചിന്ത അല്ലെങ്കിൽ ലക്ഷ്യം വെറുതെ മനസ്സിൽ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനു പിന്നിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ശക്തമായ ഒരു വികാരം അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായിരിക്കണം. നിങ്ങൾ ലക്ഷ്യമിടുന്ന കാര്യത്തോട് നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹവും തീവ്രമായ ആഗ്രഹവും ഉണ്ടോ, അത്രയും വേഗത്തിൽ അത് നിങ്ങളിലേക്ക് അടുക്കും. ചിന്ത അല്ലെങ്കിൽ ലക്ഷ്യം ഒരു വിത്താണെങ്കിൽ തീവ്രമായ ആഗ്രഹം അതിന് വളരാൻ ആവശ്യമായ വെള്ളമാണ്. നിങ്ങളുടെ വികാരം ആ ആഗ്രഹത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കണം. മൂന്നാമത്തേത് നിങ്ങളുടെ ശരീരമാണ്. ഇതിനർത്ഥം പ്രവൃത്തികൾ എന്നാണ്. നിങ്ങൾ ഒരു ലക്ഷ്യം കണ്ടെത്തി, അതിനുവേണ്ടി തീവ്രമായി ആഗ്രഹിച്ചു, പക്ഷേ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ അത് നടക്കില്ല. നിങ്ങളുടെ ശരീരവും ആ ലക്ഷ്യത്തിലേക്ക് അനുസൃതമായി പ്രവർത്തിക്കണം. മനസ്സൊരു വഴിക്ക് ചിന്തിക്കുകയും ശരീരം മറ്റൊന്നിൽ ഏർപ്പെടുകയും ചെയ്താൽ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ഉദാഹരണത്തിന്, ആരോഗ്യവാനാവുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിനായി നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. എന്നാൽ വ്യായാമം ചെയ്യാൻ ശരീരം തയ്യാറായില്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാകില്ല. ശരീരം അല്ലെങ്കിൽ പ്രവൃത്തി ലക്ഷ്യത്തിലേക്കുള്ള വാഹനമായി മാറണം. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് നിങ്ങളുടെ ഊർജം. ലക്ഷ്യവും ആഗ്രഹവും ശരീരവും ഒരു ദിശയിലായാൽ മാത്രം പോരാ, അവയെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പ്രാണശക്തി അല്ലെങ്കിൽ ഊർജം കൂടി വേണം. നിങ്ങളുടെ ഉള്ളിലെ ഊർജം വളരെ താഴ്ന്ന നിലയിലാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് ശക്തിയുണ്ടാവില്ല. എന്നാൽ യോഗയിലൂടെയോ ധ്യാനത്തിലൂടെയോ നിങ്ങളുടെ ഊർജത്തെ ഉണർത്തിയാൽ നിങ്ങൾ ഒന്ന് വിചാരിക്കുമ്പോഴേക്കും അത് സംഭവിക്കുന്ന അവസ്ഥയിലേക്കെത്തും. ഈ ഊർജമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്ന ഇന്ധനം. ഈ 4 കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ചിന്ത, വികാരം, ശരീരം, ഊർജം ഒരേ ദിശയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ നിങ്ങൾ തന്നെയാണ് സൃഷ്ടാവ്. അവിടെ അസാധ്യമെന്ന വാക്കിന് സ്ഥാനമില്ല. നിങ്ങൾ ഓരോ 2 ചുവട് വെക്കുമ്പോഴും ദിശ മാറ്റിയാൽ ലക്ഷ്യത്തിലെത്തില്ല. അതുപോലെ നിങ്ങളുടെ മനസ്സ് ഓരോ നിമിഷവും ലക്ഷ്യം മാറ്റിക്കൊണ്ടിരുന്നാൽ പ്രപഞ്ചത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിനെ നിർബന്ധിതാവസ്ഥയിൽ നിന്ന് ബോധപൂർവമായ അവസ്ഥയിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. സുഹൃത്തുക്കളെ, മാനിഫെസ്റ്റേഷൻ എന്നത് വെറുതെ ഇരുന്നിട്ട് സ്വപ്നം കാണലല്ല, മറിച്ച് നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വത്തെയും ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കലാണ്. ഇത് നടക്കില്ല എന്ന വാക്ക് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് എടുത്തു കളയുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളിലേക്ക് അടുക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ, വ്യക്തതയോടെ മുന്നേറുക. നിങ്ങളുടെ ലക്ഷ്യം കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഇന്നു മുതൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ മാറ്റം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ചെറിയ ബോധപൂർവമായ ചിന്തയും ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരി ഓം.